അപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചിരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. എന്റെ അടുത്തോട്ട് ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ വന്നു. അവരുടെ കംപ്ലൈന്റ് പല്ലിന്റെ ഇടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്നായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഒരു ഫോട്ടോഗ്രാഫ്സ് എടുക്കും മുഖത്തിന്റെ. അപ്പൊ ഞാൻ ആളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചിരിക്കാൻ പറഞ്ഞു. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ആളത് ഇങ്ങനെ ആക്കോ, പറഞ്ഞു നന്നായി ചിരിക്കാൻ പറഞ്ഞു. ആക്ച്വലി എനിക്ക് പല്ല് കാണണമായിരുന്നു, ഫുള്ളായിട്ട് പല്ല് കാണണം, നന്നായി ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ ആള് വീണ്ടും, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ക്യാമറ ഒക്കെ വെച്ചോണ്ടുള്ള ഒരു ഷൈനസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രോപ്പറായിട്ട് ചിരിച്ചോ, പേടിക്കണ്ട, ക്യാമറ ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട, നന്നായി ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചിരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ചിരിക്കാൻ അറിയില്ലാന്നോ? ആള് പറഞ്ഞു, ഡോക്ടർ ഞാൻ ചിരിക്കാറില്ല, ഞാൻ ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ചിരിക്കാറില്ല. കാരണം എനിക്ക് മുന്നിലത്തെ വിടവ് ആ പല്ല് വന്നേ മുതലുള്ളതാണ്, ഭയങ്കര വലിയ വിടവായിരുന്നു. അപ്പോ ഞാൻ അതിനെ എപ്പോഴും മറച്ചു വെക്കാറാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചിരിക്കാറില്ല. അപ്പൊ ഞാൻ ആലോചിക്കുക, ആളുടെ ജീവിതകാലം മൊത്തം ആള് ചിരിച്ചിട്ടില്ല. നമുക്ക് എത്രത്തോളം മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള്? അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പൊ ചിലർ ചിരിക്കുന്നുണ്ട്, അത് എങ്ങനെ ആക്കിയിട്ട് ചിരിക്കാം. അവർക്കൊരു നിന്റെ പല്ലെന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരു പ്രാവശ്യം അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് പോകാൻ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ സ്മൈൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്.